അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആമുഖം നീട്ടുന്നില്ല. അല്ലാഹുവിൻ്റെ ദീൻ വളുഉൻ ഇലാഹിയുൻ സായിഖുൽ ലിദവിൽ ഉഖൂലി ബിഖ്തിയാരിഹിമുൽ മഹ്മൂദ് ഇലാ മാ ഹുവ ഖൈറുൽ ലഹും ബിദ്ദാത്ത് എന്ന് ദീന് അല്ലാഹുവിൻ്റെ സംവിധാനമാണ്. ആകത്തുക അല്ലാഹുവിൻ്റെ നിയമവ്യവസ്ഥിതികളാണ് ദീൻ. എന്തിനാണ് ദീന്? മനുഷ്യ സമൂഹത്തിൻ്റെ മനുഷ്യനാണ് പ്രമേയം. മനുഷ്യൻ്റെ പുരോഗതിക്കാണ് ദീൻ, മനുഷ്യൻ്റെ വളർച്ചക്കാണ്. ദൈക്ഷണിക വളർച്ചയുണ്ട്, അല്ലാത്ത വളർച്ചയുണ്ട്. സമഗ്രമാണല്ലോ ദീൻ. ഇപ്പം എല്ലാ വളർച്ചയും ആ വളർച്ചക്ക് വിഘാതമാകുന്നിടത്ത് ദീനുണ്ടാവില്ല. വിഘാതമാകാത്തതാണ് ദീന്. ഞാൻ ചെറിയ ഒന്ന് രണ്ട് മുഖദ്ദിമ പറയാം. മനുഷ്യന്റെ വളർച്ചക്ക് എവിടെ തടസ്സം വരുന്നുണ്ടോ അവിടെ ആ തടസ്സം നീക്കലാണ് ദീന്. തടസ്സം കൂടുതൽ ഉണ്ടാക്കൽ ദീനല്ല. കൊറോണ വന്നപ്പോ നമ്മൾ ജുമുഅക്ക് പോകാറില്ല. ജുമുഅ പലയിടത്തും നിസ്കരിച്ചിട്ടില്ല. അവിടെ ജുമുഅ നിസ്കരിക്കാതിരിക്കലാണ് ദീന്, നിസ്കരിക്കലല്ല. കാരണം മനുഷ്യന് അവിടെ അപകടം വരും, അപ്പോൾ അങ്ങോട്ട് പോകാൻ പാടില്ല. അതാ ദീൻ. ഒരു സ്ത്രീക്ക് ശാരീരിക പ്രയാസം ഉണ്ടാകുന്ന മെൻസസ് പീരീഡ്, അവിടെ നിസ്കരിക്കാതിരിക്കലാണ് ദീന്, നിസ്കരിക്കലല്ല. അപ്പൊ അവിടെ അവൾക്ക് ദീന് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നില്ല, ലോക്കാകുന്നുണ്ടോ? അല്ല, അവൾ ദീൻ പ്രാക്ടീസ് ചെയ്യാണ്. അവന്റെ അടക്കങ്ങൾ, അനക്കങ്ങൾ, പ്രസ്താവങ്ങൾ എല്ലാറ്റിനും നിയമങ്ങളുണ്ട് ഇസ്ലാമിക ഫിഖ്ഹിൽ. അത് നമ്മൾ ഈ 2000-ലെ എന്താ അൽഫ എന്ന് പറഞ്ഞാൽ 2010 2025 കാലം അല്ലേ, അതിൻ്റെ ഇടയിലുള്ള നമ്മളൊക്കെ ഞാൻ അതിൻ്റെ മുന്നെയാണ്. എന്നാലും ആ ഇതും കൂടി കവർ ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാനും ആ ജനറേഷനിൽ എന്ത് തന്നെയാണ്, പെട്ട തന്നെയാണ് അല്ലേ, നമ്മളൊക്കെ അതിൽ പെട്ട തന്നെയാണ്. അപ്പോ നമുക്ക് നവനവങ്ങളായ വിഷയങ്ങൾ ഇങ്ങനെ നമ്മുടെ സാഹചര്യത്തിൽ വരുന്നുണ്ട്. കഴിഞ്ഞ ദശകങ്ങളിലും ആ നവനവങ്ങളായ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, മുമ്പും വന്നിട്ടുണ്ട്, ഇനിയും വരും. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, മാ മിൻ ഹാദിസത്തിൻ വഖഅത് ഔ സതഖൗ, സംഭവിച്ചതും ഇനി സംഭവിക്കാനിരിക്കുന്നതുമായ ഇലാ യൗമിൽ ഖിയാമ, ലോകാന്ത്യം വരെ എന്തെല്ലാം വിഷയങ്ങളുണ്ടോ, സമസ്യകളുണ്ടോ, ഇല്ലാ വലഹ ഫീ കിതാബില്ലാഹി മഅഖദ്, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ അതിനൊക്കെ പരിഹാരങ്ങളുണ്ട്. അള്ളാഹുവിന്റെ നിയമത്തിൽ അതിന് പരിഹാരമുണ്ട്. ഞാൻ ഒരായത്തും കൂടി പറയാം. ആ പരിഹാരങ്ങൾ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാണ് നമ്മുടെ ചർച്ച. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, സൂറത്തുൻ നഹലിന്റെ 89-ൽ, വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ശൈ. ഖുർആനെ അള്ളാഹുവിന്റെ നിയമമാണല്ലോ, അത് ഖുർആനിലാണ് എടുക്കുക. ഖുർആനിൽ എല്ലാ വിഷയത്തിനും തിബിയാനും, എല്ലാ വിഷയത്തിനും ബയാൻ വേറെ, തിബിയാൻ വേറെ. എല്ലാ വിഷയത്തിനും തിബിയാനുണ്ട്. ഈ തിബിയാൻ സദറുൽ ശരിയ അവർകൾ അത് വിശദീകരിച്ചത് കാണാം. ബഅ്ലുഹാ ബിൽ ലഫ്ലി ബഅ്ലുഹാ ബിൽ മഅന. ഖുർആനിൽ എല്ലാ വിഷയവും ഉണ്ട് എന്ന് നമ്മൾ പറയും. എല്ലാം വാചകത്തിൽ ഖുർആനിൽ കാണില്ല. ഏത് വിഷയവും വാചകത്തിൽ ഖുർആൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഫേസ്ബുക്ക് ആവേണ്ടി. ഫേസ്ബുക്ക് പറഞ്ഞാല് തീരാത്ത പേജുള്ള ബുക്ക് അല്ലെ, എത്ര എഴുതി കൂടെ. അതേ സമയത്ത് അപ്പൊ എല്ലാം വാചകത്തിൽ ഖുർആനിൽ കാണില്ല.
ചിലരങ്ങനെ ധരിച്ചിട്ടുണ്ട് ഖുർആനിൽ എല്ലാം ഉണ്ട്. ഇല്ല, എല്ലാം വാചകത്തിൽ ഉണ്ടാവില്ല. തിബിയാനുണ്ട് എന്നാ പറഞ്ഞത്. അത് ചിലത് വാചകത്തിൽ കാണും, ബാക്കി ചിലത് ബിൽ മാന ആശയത്തിലാണ് ഉണ്ടാവുക. ഞാൻ അതിന് ഉദാഹരണം പറഞ്ഞിട്ട് 5 മിനിറ്റ് ഒരു മുഖദ്ദിമ പറയാം, ബാക്കി ചർച്ചകളായിരിക്കും. പർപ്പൂർ പുസ്തകം ഇവിടെ ഉണ്ട്, വളക്കുള്ള പുസ്തകം ഇവിടെ ഉണ്ട്, വിഷയങ്ങൾ അങ്ങനെയൊക്കെ വരാം. ഞാൻ എൻ്റെ ഒരു മുഖദ്ദിമ ഇട്ട് തരാം. കോഴിക്കോട് ടു കോട്ടക്കൽ വൈകുളപ്പുറം. കോഴിക്കോട് സ്റ്റാൻഡിൽ ഒരാൾ ഇറങ്ങി, അദ്ദേഹത്തിന് ഒരു സ്ഥലത്ത് പോകണം. അപ്പൊ ബസ്സിൽ ബോർഡ് വായിച്ചു, കോഴിക്കോട് അവിടുന്ന് ഫ്രം കോട്ടക്കൽ വൈകുളപ്പുറം. അദ്ദേഹത്തിന് ഇറങ്ങേണ്ടത് കക്കാട, പക്ഷെ അത് ഇവിടെ കാണുന്നില്ല. അദ്ദേഹം ഉത്തരേന്ത്യയിൽ നിന്ന് വന്നാണ് കരുതിക്കോളൂ, ഭൂമിശാസ്ത്രം ഒന്നും അറിയില്ല, ഇവിടെ ഒന്നും അറിയില്ല. അദ്ദേഹം ഈ ബോർഡ് വായിച്ചു, കക്കാട് കാണുന്നില്ല, കയറിയില്ല. മറ്റൊരു ബോർഡ് വായിച്ചു, അവിടെയും കക്കാട് കാണുന്നില്ല, കയറിയില്ല. അപ്പൊ വേറെ ആൾ ചോദിച്ചു, അല്ല കുറെ നേരമായല്ലോ നിങ്ങൾ ബോർഡ് വായിക്കുന്നു, ബസ്സിൽ കയറുന്നില്ല, എവിടെ പോകേണ്ടത്? കക്കാടാ പോകേണ്ടത്. എന്നാൽ ഈ ബസ്സിൽ കയറിക്കോട്. ഏത്? കോട്ടക്കൽ വഴി കുളപ്പുറം. അത് ഇവിടെ എഴുതിയിട്ടില്ലല്ലോ, പക്ഷെ അതിൽ ലഫ്ള് കൊണ്ടില്ല, മയന കൊണ്ട് അതിലുണ്ട്. ഈ ബോർഡിലെല്ലാം ഉണ്ട്. ഏതെല്ലാം ഉണ്ട്? കോഴിക്കോട് മുതൽക്ക് കോട്ടക്കൽ എത്തുന്നതിൻ്റെ ഇടയിലുള്ള എല്ലാ സ്റ്റോപ്പുകളും ഈ ബോർഡിൽ എഴുതിയാണ്. നമ്മൾ പറയാം ഈ ബോർഡിലെല്ലാം ഉണ്ട്. എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ എല്ലാ സ്റ്റോപ്പുകളും ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ലഫ്ളിലാണോ? അല്ല, ബഅ്ദുഹാ ബിൽ ലഫ്ളി ബഅ്ദുഹാ ബിൽ മഅന. പക്ഷേ ആർക്കാ തിരിയാ മഅന? ഈ ഭൂമിശാസ്ത്രം ഒരു മുജ്തഹിദിന്, അവിടെ നമ്മൾ മുജ്തഹിദ് എന്ന് പേര് പറയാം. ഇവിടെ കോട്ടക്കൽ എവിടെയാണ്, കുളപ്പുറം ഏതാണ്, പിന്നെ അതിൻ്റെ ഇടയിലുള്ള സ്റ്റോപ്പുകൾ കരിമ്പിൽ ഏതാണ്, എടരിക്കോട് ഏതാണ്, ഈ സ്റ്റോപ്പുകളൊക്കെ അറിയുന്ന ഒരാൾക്ക് ഇതങ്ങ് നോക്കിയാൽ തന്നെ തിരിഞ്ഞു ഇതിലേതുണ്ട്. അപ്പൊ ആ മുജ്തഹിദ് പറയുന്നത് സ്വീകരിക്കുകയാണ് ബംഗാൾ ദേശത്ത് നിന്ന് വന്ന ഒരു ബംഗാളിക്ക് അവിടെ കരണീയം. ബംഗ്ലാദേശുകാരൻ നമുക്ക് പെട്ടെന്ന് ആമിയും മുജ്തഹിദും ആമിയും തമ്മിലുള്ള ഒരു വ്യത്യാസം തീരാൻ. ഞാൻ ഈ ഉച്ച നേരത്ത് ഇവിടെ ഇങ്ങനെ വാരിക്കോരിട്ട് കൊടുക്കുകയാണ് ഇൽമേ ഇതുവരെ. അപ്പൊ ഇങ്ങനെ തല താണ്ട. അപ്പൊ ഞാൻ തമാശ കൂടെ വിഷയം പറഞ്ഞാലേ നിങ്ങൾക്ക് ഉറക്കം വരില്ല, അതുകൊണ്ട് അങ്ങനെ പറയും. ഇങ്ങനെ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ മനസ്സിലാക്കണം. ഇതാണ് ഈ ഉദാഹരണങ്ങൾക്ക്. ഞാനിപ്പോ ഇവിടെ കോഴിക്കോട് കോട്ടക്കലറി ഇവിടെ ആയതുകൊണ്ടാണ്. വേറെ സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾ ഈ ഉദാഹരണം പറയണ്ട. ആ പ്രദേശം മനസ്സിലാക്കുന്ന ഒരു ഭൂമിശാസ്ത്രം അനുസരിച്ചിട്ട് എവിടെ എന്ത് ചെയ്യണം പറയണം. അപ്പൊ ഇതാണ് ഖുർആനിൽ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ ചിലത് ലഫ്ള് വാചകം കൊണ്ട്, ചിലത് ആശയം. അതാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്ത് വിഷയമുണ്ടോ മാ മിൻ ഹാദിസത്തിൻ വഖഅത ഔ സതഖഹു ഇല്ലാ വഫി കിതാബില്ലാഹി ലാ മഖദുൻ. എന്നിട്ട് അവിടെ ബഹുമാനപ്പെട്ട ഇമാമുമാര് രേഖപ്പെടുത്തി വെച്ചത് കാണാം. പരിശുദ്ധ ഖുർആനിൽ ശരീഅത്തിൽ മുഅല്ലമാൽ മുഹമ്മദിയ എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നത് കാണാം, മാ സമ്മ ഖൗലുൻ മിൻ അഖ്വാലിൽ ഉലമ. ഈ ഖുർആനിൽ ഇസ്തിംബാത്ത് ചെയ്യാം. ഈ മഅന അറിയുന്ന ആളുകൾ അതിൽ നിന്ന് ഓരോന്ന് വിശദീകരിച്ചെടുക്കണം. അവിടെ മഅന എന്ന് പറയുമ്പോൾ കേവലം ആശയം മാത്രമല്ല, ചിലത് ഇശാറത്ത് ഉണ്ടാവും, ചിലത് കൈതുകൾ ഉണ്ടാവും, ചിലത് മുത്തലക്കം പറഞ്ഞതായിരിക്കും. ഞാൻ ആ നേരത്തെ പറഞ്ഞ ഉദാഹരണം എടുക്കാം. കോഴിക്കോട് ടു കോട്ടക്കൽ നിന്ന് കണ്ടു. നേരത്തെ പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ, രണ്ടാമത് ബസ്സിൽ കയറാൻ വന്നപ്പോ അയാൾ ഇങ്ങനെ നോക്കി, ഈ മുജ്തഹിദ് ഇവിടെ പറഞ്ഞത് കോഴിക്കോട് ടു കോട്ടക്കലാണെങ്കിൽ കക്കാട് ഇറങ്ങാന്നാണല്ലോ, അതിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഇറങ്ങാം. അപ്പൊ അദ്ദേഹം ബോർഡ് നോക്കി രണ്ടാമത്. അപ്പൊ അതേ ബോർഡ് കണ്ടു, പക്ഷെ വൈ ചമ്മാട് നെയ്തി ഒരു കൈത അവിടെ ഉണ്ട്. അത് ഇയാൾ ശ്രദ്ധിച്ചിട്ടില്ല. നേരത്തെ വൈ കുളപ്പുറന്നുണ്ട്. അപ്പോഴേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുളപ്പുറത്തിന്റെയും കക്കാടിന്റെയും ഇടയിലുള്ള കൂരിയാട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അത് ഇയാൾ പോരുമ്പോ കണ്ടിട്ടുണ്ട്, ആ ബസ്സിൽ പോരുമ്പോ കൂരിയാട് എന്ന് കണ്ടിട്ടുണ്ട്. അതവിടെ മനസ്സിലാക്കി വെച്ചു. പിറ്റത്തെ പ്രാവശ്യം അയാൾ കൂരിയാട്ടിക്ക് വേണ്ടി കയറിയപ്പം എന്തിൽ കയറി? കോഴിക്കോട് ടു കോട്ടക്കൽ എന്നുള്ള ബസ്സിൽ കയറി. കാരണം കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണല്ലോ കയറിയത്, മുജ്തഹിദ് പറഞ്ഞത്. കിയാസാണിത്, ഇയാൾ കിയാസാക്കിയാണ് ഇപ്പൊ. അപ്പൊ എന്ത് ചെയ്തു? ഈ വാർത്തൊക്കെ എന്തെന്നെയാണ്, വലിയ വാർത്ത് കോഴിക്കോട് നിന്ന് കോട്ടക്കലാണ്. അതിന്റെ ഇടയിൽ ചെറിയൊരു കൈതുണ്ട്, അയാൾ ആരും ശ്രദ്ധയിൽ പെട്ടോളന്നില്ല. ആ കൈത് കുളപ്പുറം എന്നുള്ളതും അന്ന് അയാൾ ശ്രദ്ധിച്ചിട്ടില്ല. ഭൂമിശാസ്ത്രനാളാണ് അതിൽ കയറാൻ പറഞ്ഞത്. ഇയാൾ കോട്ടക്കൽ എന്നുള്ള ബസ്സിൽ കയറി കൂരാട് നോക്കുമ്പോ അവിടെ എത്തുന്നില്ല. കാരണം ഇത് ചമ്മാട്ടും കൂടെയാണ്, വൈ ചമ്മാട് എന്നുള്ളത് അത് ശ്രദ്ധിച്ചിട്ടില്ല.
അപ്പോ ഇസ്തിംബാത്ത് ചെയ്യുന്ന മുജ്തഹിദ് അഖിലിൽ ഇക്തിസാബി എന്ന് പറയും. കുശാഗ്ര ബുദ്ധി വേണം. പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടാൻ ജാഗ്രതയുള്ള ആൾക്ക് അതിന് അഖിലു തക്ലീഫി പോരാ. അഖിലു തക്ലീഫി പറഞ്ഞാൽ നിസ്കാരം നോമ്പൊക്കെ 15 വയസ്സായ നിർബന്ധമാകും. ഇതിനാണ് അഖിലു തക്ലീഫി എന്ത് ചെയ്യണത്. അതിന്റെ മുന്നേ നിർബന്ധമല്ലേ, മുക്കല്ലഫല്ലേ. ഇപ്പൊ നമ്മൾ മുക്കല്ലഫായി. ഇതിനാണ് അഖിലു തക്ലീഫി. അല്ല മാതാമ അക്കലോ സാബിത്തൻ നിസ്കരിച്ചോളണം എന്നാണ്. അതേ സമയത്ത് അതിന്റെ മുകളിലുള്ളതാണ് അൽ അഖ്ലു അൽ ഇക്തിസാബി. മനനം ചെയ്തെടുക്കാനുള്ള പവറുള്ള അവന്റെ ഐക്യം അത്രയും വേണം. അങ്ങനത്തെ ഒരാൾക്കാണ് ഇസ്തിംബാത്ത് പറ്റുക. അതാണ് ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും. ഖുർആൻ പറയാം. എന്നിട്ട് പറയുകയാണ് ഫൈൻ തനാദതും ഫീ ഷൈഇൻ, അല്ല അതിന്റെ മുന്നേ വഉലിൽ അംരി മിൻകും. ആയത്തിന്റെ വാക്യം എന്താ? അല്ല, സൂറത്തുൻ നിസാഇന്റെ 89. വൈദാ ജാഅഹും അംറുൻ മിനൽ അംനി അവിൽ ഖൗഫി അദാഉ. ഒരു ആശങ്കയുണ്ടാക്കുന്ന ഒരു പ്രശ്നം വന്നാൽ അദാഊബി സാധാരണ പ്രകൃതം ഒരു കൊട്ടിഘോഷിക്കലാണ്. ഇതാത്തന്നെ സംപ്രേഷണം ചെയ്യാണ്. ഇവൻ തന്നെ സ്വന്തം ചെയ്യും ആണ്ട് വിധി പറയും. അത് പാടില്ല. എന്നിട്ട് പറയുകയാണ് അവര് ചെയ്യേണ്ടിയിരുന്നത് വലൗ റദ്ദൂഹു ഇലർ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും. ഈ ഉലുൽ അംറിലേക്ക് അതിനെ അവർ മടക്കുകയാണെങ്കിൽ ലഅലിമഹുല്ലദീന യസ്തംബിതൂനഹു മിൻഹു. ഇസ്തിംബാത്ത്. അപ്പൊ ഇസ്തിംബാത്ത് വലൂൻ ഇലാഹിയിൽ പെട്ടതാണ്. ഇസ്തിംബാത്തിന് അർഹനായ ആള് ഖുർആനിൽ നിന്ന് ഹദീസിൽ നിന്ന് ഇഖ്റാജ് ചെയ്യുന്ന മസ്അല അല്ലാഹുവിന്റെ നിയമമാണ് എന്ന് വന്നു. നേരെ ഖുർആനിൽ നമ്മൾ കാണണ്ട. അത് ഒരു മുസ്തംബിത്ത്, ഒരു മുജ്തഹിദ് പറഞ്ഞത് അള്ളാഹിന്റെ. അപ്പൊ ദീനി ഒത്തു വലൂൻ ഇലാഹിയും അള്ളാഹുവിന്റെ സംവിധാനമാണിത്. എന്താ അള്ളാഹിന്റെ സംവിധാനം? ഷാഫി ഇമാമിന്റെ കൗലെങ്ങനെ അള്ളാഹിന്റെ സംവിധാനാവുക? അത് ഖുർആൻ പറഞ്ഞതാണ്. മുസ്തംബിത്ത് പറയുന്നില്ല, അലിമഹുല്ലദീന യസ്തംബിതൂനഹു, ഇസ്തിംബാത്ത് ചെയ്യുന്ന ആളുകൾ. അതാണ് നമ്മൾ മുജ്തഹിദ് മുത്ലഖ് എന്ന് പറയുന്നത്. നമ്മളെ പ്രശ്നങ്ങൾക്ക് ഇനി ഖുർആനിൽ നിന്ന് ഹദീസിൽ നിന്ന് നമ്മൾ മസല സ്വീകരിക്കാനുള്ള വഴിയാ ഞാൻ പറയുന്നത്. ഫിഖ്, ഈ ഇസ്തിംബാത്താണ് ഫിഖ് എന്ന് പറയുന്നത്. തൊട്ടടുത്ത് ഞാൻ പറഞ്ഞു ഖിയാസാക്കിയല്ല മറ്റേ ആള്. ഖിയാസും ഒരു വഴിയാണ്. ഖിയാസില് ഇസ്തിംബാത്തുണ്ട്. പക്ഷെ ഖിയാസിലുള്ള ഇസ്തിംബാത്ത് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു വെച്ച മസ്അലയുടെ ഇല്ലത്ത് എന്താണ്, ആ ഇല്ലത്ത് ഈ പുതിയ ഹാദിസത്തിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ ഇതിനോട് താരതമ്യം ചെയ്യാം. അപ്പൊ ഇല്ലത്തിലുള്ള ഗവേഷണത്തിനാണ് ഖിയാസ് എന്ന് പറയുന്നത്. അപ്പൊ ഖിയാസ് ഒരർത്ഥത്തിൽ ഇസ്തിംബാത്ത് തന്നെയാണ്, ഇജ്തിഹാദ് തന്നെയാണ്. പക്ഷേ ഖാസാണ്. എല്ലാ ഇജ്തിഹാദും ഖിയാസ് അല്ല, ഖിയാസ് ഇജ്തിഹാദാണ്. ഇൻസാനും ഹൈവാനും പോലെ. അപ്പൊ ഇല്ലത്തിലുള്ള ഇജ്തിഹാദാണ് ഖിയാസ്. അതിന് മുസ്തംബിത്താവണം. അപ്പൊ ഖിയാസ് അവാമിന് പറ്റൂല. അതുകൊണ്ട് ജമ്മുൽ ജവാമിയിൽ അൽ ഖിയാസു ഇന്നമാ ഹുവ വലീഫത്തുൽ മുജ്തഹിദ്. ഖിയാസ് മുജ്തഹിദിന്റെ വലീഫത്താണ്. അപ്പൊ ഇജ്തിഹാദ് മുത്ലഖ് മുജ്തഹിദാവണം. അതുപോലെ ഖിയാസ് അത് ഖുർആനിൽ പറഞ്ഞു. തൊട്ടടുത്ത ആയത്തിൽ നിസായിൽ യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. റുദ്ദൂഹു എന്ന് പറയുന്നത് മുജ്തഹിദുകളോടാണ്. കാരണം എന്തേ? അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല ഖുർആനിലും ഹദീസിലും നേരെ പറഞ്ഞ് നിങ്ങൾ എടുത്തോളീന്നാ. എന്നിട്ട് ഇനി ഫഇൻ തനാസഅതും നേരെ പറഞ്ഞു കൊടുത്തിന് തർക്കം ഉണ്ടാവും ഇല്ല. അപ്പൊ പിന്നെ ആശയം കൊണ്ടോ അല്ലെങ്കിൽ അത് പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു വിഷയത്തിലാണ് തർക്കം ഉണ്ടാവുക. അപ്പൊ തർക്കം ഉണ്ടാവുമ്പോ നേരെ പറഞ്ഞതിൽ ഈ പറയാത്തതിന്റെ വിധി ഉണ്ടോ എന്ന് നോക്കിക്കോളീന്ന. അപ്പൊ നേരെ പറഞ്ഞതിൽ പറയാത്തതിന്റെ വിധി ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇല്ലത്ത് അതിന്റെ ഇല്ലത്ത് തന്നെയാണോ എന്നാ നോക്കേണ്ടത്. ആ ഇല്ലത്തിലുള്ള ഇജ്തിഹാദ്. അപ്പൊ ഇതിനെ ആ കൊട്ടേക്കൂടെ അതിന് ഇൽഹാഖ് എന്നും ഖിയാസിന് പറയും. എവിടെയെങ്കിലൊക്കെ നിങ്ങൾ ഇൽഹാഖ് എന്ന് കണ്ടാൽ ഇൽഹാഖ് എന്ന് ഖിയാസിന് പറയുന്ന ഒരു പേരാണ്. എന്നാൽ ഇനി മുജ്തഹിദിന് അല്ലാത്ത ഒരു ഇൽഹാഖ് ഉണ്ട്. മുജ്തഹിദ് അല്ലാത്തവർക്ക് ഇൽഹാഖ് അത് നമ്മൾ പറയും. അതാണ് നമുക്ക് കിട്ടേണ്ടി വരിക. നമുക്ക് കിട്ടേണ്ടത് ഇൽഹാഖാണ്. പക്ഷെ മുജ്തഹിദിന്റെ ഇൽഹാഖ് നമുക്ക് രണ്ടു തരം ഇൽഹാഖ് ഉണ്ട്. ഇൽഹാഖ് ഫിൽ ഇല്ലത്ത്, ഇല്ലത്തിൽ ഇജ്തിഹാദ് ചെയ്തിട്ട് മറ്റൊന്നിനെ ഇതിനോട് ചേർക്കുക, പറഞ്ഞതിനോട് ചേർക്കുക. അത് ഖിയാസാണ്. അതിന്റെ പേര് ഇൽഹാഖ് എന്നും പറയും. ഇല്ലത്തിലുള്ള ഇസ്തിംബാത്ത്.
ഇപ്പൊ ഞാൻ 3 കാര്യം പറഞ്ഞു. ഒന്ന്, ഖുർആൻ ഹദീസിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്യാം, അതിന് മുജ്തഹിദ് മുത്തലക്ക്. ആ ഇസ്തിംബാത്ത് ചെയ്യൽ എങ്ങനെയാണ്? അതിന് അവര് ഉസൂലുണ്ടാക്കും മുജ്തഹിദുകൾ. മുജ്തഹിദിന്റെ വലീഫത്ത് തന്നെ ഓരോ ജുസിയാത്തിന്റെയും വിധി പറയലല്ല, അങ്ങനെ ആരോ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖിയാമത്ത് നാൾ വരെ മുജ്തഹിദ് മുത്തലക്ക് വേണം, എല്ലാം ഓരോ വിഷയത്തിൽ എങ്ങനെ ഖുർആൻ ഇതുണ്ടാക്കുക. അല്ല, മുജ്തഹിദുകളുടെ പണി ജുസിയാത്തിന്റെ ഹുക്ം പറയലല്ല, അവർ ഇതിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്യാനുള്ള ഉസൂൽ ഉണ്ടാക്കലാണ് ഒരു മുജ്തഹിദിന്റെ കഴിവ്. ഉസൂലുൽ ഫിഖ് എന്നാണ് അതിന് പറയാം. അങ്ങനെ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഉസൂലുൽ ഫിഖ് ഉണ്ടാക്കാൻ കഴിവുള്ള ആളായി. ആ വിഷയത്തിൽ തദ്വീൻ ആദ്യം നടത്തിയത്, ഗ്രന്ഥം ക്രോഡീകരിച്ച ഷാഫി ഇമാമാണെന്ന് മാത്രം. അപ്പോ അത് ഉസൂൽ ഉണ്ടാക്കി കഴിയുമ്പോൾ ബിൽഫീൽ മുജ്തഹിദ് എന്ന് പറയും. ഉസൂൽ ഉണ്ടാക്കാൻ കഴിവുണ്ടെങ്കിൽ അതിന് ബിൽഖുവ മുജ്തഹിദ് എന്ന് പറയും. അങ്ങനെ ഉസൂലുകൾ ഉണ്ടാക്കലാണ് മുജ്തഹിദിന്റെ കഴിവ്. തൂഫത്തുൽ മുഹ്താജിൽ അത് കാണാം. ആ ഉസൂല് വെച്ചുകൊണ്ട് ഖുർആൻ ഹദീസുകളിൽ നിന്ന് നിയമങ്ങൾ നിർദ്ധാരണം ചെയ്തെടുക്കലാണ് മുജ്തഹിദിന്റെ പണി. അത് കഴിഞ്ഞു തൊട്ടടുത്ത് രണ്ടാമതൊരു ടീമുണ്ട്, മുജ്തഹിദുൽ മദ്ഹബ്. അവര് ഓരോ പ്രശ്നങ്ങളും നോക്കും. ആ പ്രശ്നത്തിന് വിധി എന്ത്? ഓർക്ക് ദലീലുകളിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്യാനുള്ള അർഹതയില്ലാത്തവർക്കാണ്, 2ാം കാറ്റഗറിക്കാരാണ്. അപ്പൊ അവരുടെ ഇമാമിന്റെ ഉസൂല് നോക്കും. അവരുടെ ഇമാമ് ഖവായിദ് ഉണ്ടാക്കും. അതിന്റെ ഇടയിലൊന്ന് പറയാം, ഉസൂലുൽ ഫിഖ്, ഖവായിദുൽ ഫിഖ്, ഇങ്ങനെ 2 ഉണ്ട്. ഖവായിദുൽ ഫിഖ് താഴെ തട്ടിലും ഉസൂലുൽ ഫിഖ് മേലെ തട്ടിലുമാണ്. ഖവായിദുൽ ഫിഖ് പറഞ്ഞാല് മസ്അലകളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ആവശ്യമുള്ളതാണ്. ഉസൂലുൽ ഫിഖ് മസ്അലയുടെ മുമ്പുള്ളതാണ്. എന്നാൽ ഉസൂലുൽ ഫിഖിന് ഖവായിദുൽ അഹ്കാം എന്ന് പറഞ്ഞൊരു പേരുണ്ട്. അത് ഖവായിദുൽ ഫിഖ് അല്ല, ഖവായിദുൽ ഫിഖ് അല്ല. ഉസൂലുൽ ഫിഖിന് ഖവായിദുൽ അഹ്കാം, അഹ്കാമുകൾ നിർദ്ധാരണം ചെയ്തെടുക്കാനുള്ള ഖായിദ എന്ന് ഉസൂലുൽ ഫിഖിന് എന്ത് ചെയ്യും. അപ്പൊ അങ്ങനെ ഇവിടെ പറഞ്ഞാൽ ഇമാം ശിഹാബുദ്ദീനുൽ ഖറാഫി റളിയല്ലാഹു അൻഹു തആല അൽ ഫുറൂഖിന്റെ മുഖദ്ദിമയിൽ ഞാൻ ഈ പറഞ്ഞിട്ടുണ്ടാവും. അത് നോക്കിയാൽ അപ്പൊ അവിടെ ചിലയിടത്തെങ്കിലും നിങ്ങൾ ഈ ഇബാറത്ത് ഖവായിദുൽ അഹ്കാം എന്ന് പറഞ്ഞാൽ അത് ഉസൂലുൽ ഫിഖ് ആണെന്ന് മനസ്സിലാക്കിയാൽ. അപ്പൊ ഉസൂലുൽ ഫിഖ് ഉണ്ടായതിന് ശേഷമാണ് ഫുറൂഖുകൾ ഉണ്ടാകുക, മസായിലുകൾ. ആ മസായിലുകളെ, വിവിധ മസാലകളെ ഒരു കുടക്കീയിൽ കൊണ്ടുവരാൻ വേണ്ടി പിന്നീട് ഉണ്ടാക്കുന്നതാണ് ഖവായിദുൽ ഫിഖ് എന്ന് പറഞ്ഞത്. ഞാൻ എന്റെ തൈരീഫ് ഒന്ന് എടുത്ത് പറയാം. ഖായിദ എന്ന് പറഞ്ഞാൽ ഖാനൂനുൻ കുല്ലിയുൻ, പൊതു നിയമം. യജ്മഉ മസായില കസീറ അല്ലെങ്കിൽ ഫുറൂഅൻ കസീറ മിൻ അബ്വാബിൻ ശത്ത, വിവിധ വിഷയങ്ങളിലുള്ള പല മസാലകളും തമ്മിൽ ബന്ധമുണ്ടാവും. ആ മസാലകളൊക്കെ ഒരു പൊതു നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരാനുള്ള നിയമത്തിന് ഖവായിദുൽ ഫിഖ് എന്ന് പറയും. അത് നമുക്ക് ആവശ്യം ഉണ്ടാവും, അതിനാണ് ഇനി പറഞ്ഞത്. അതേ സമയത്ത് ഉസൂലുൽ ഫിഖ് അങ്ങനെയല്ല, ലവാബിത്തുൽ ഫിഖ് ഉണ്ടാവും. ഖായിദയുടെയും താഴെയാണ് ലാബിത്ത്. പല അധ്യായങ്ങളിലല്ല, ഒരു വിഷയമായിട്ട് പരന്നു കിടക്കുന്ന മസലകളൊക്കെ ഒരു നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരുന്നത് ലാബിത്ത് എന്നും പറയും. അത് കിതാബിലൊക്കെ ഈ ഭാരത്തിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടും, ഇരിക്കട്ടെ. അപ്പോ ഇമാമിന്റെ ഉസൂലുകളില് ഇസ്തിംബാത്ത് ചെയ്തുകൊണ്ട് നിയമങ്ങൾ പറയുന്നവർക്ക് മുജ്തഹിദുൽ മദ്ഹബ് എന്ന് പറയും. അതിന്റെ താഴെ 3ാമത്തെ ഒരു ടീം ഉണ്ടാവും. അവര് അൽ മുതബഹിറു ഫിൽ മദ്ഹബിൽ ഇമാം, ഇമാമിന്റെ മദ്ഹബില് നിപുണനായ ആള്, ഇമാമിന്റെ ഒരു ഖൗലിനെ മറ്റേ ഖൗലിനേക്കാൾ തർജിയാക്കാനൊക്കെ കഴിയുന്ന ആളുകൾ. ഇത് 3ാം കാറ്റഗറിക്കാരാണ്. ഓൾക്ക് ഇസ്തിംബാത്ത് ചെയ്യാനൊന്നും കഴിയില്ല. അതേ സമയത്ത് ഇമാമിന്റെ 2ഓ അതിലധികമുള്ള ഖൗലുകൾ, അത്തരം വിഷയങ്ങൾ എടുത്ത് തർജീഹ് ചെയ്യുക, ഒന്നിനേക്കാൾ തർജീഹ് ചെയ്യാനുള്ള കഴിവുള്ള അവസ്ഥ എത്തുന്നവര്, അവർക്ക് മുജ്തഹിദുൽ ഫുത്തിയ എന്ന് പറയും. ഫത്വക്ക് കൊടുക്കാൻ പറ്റിയ കഴിവ് ആർജിച്ച ആളുകൾ. ഇനി 4ാമത്തൊന്ന് പറയാം. നമ്മളെ വിഷയത്തിലേക്കാണ് ഞാൻ വരുന്നത്. 4ാമത്തെ വിഷയം, 4ാമത്തത് ബഹ്സ് ചെയ്യാ, അഖ്ദ് ചെയ്യാ. അവിടെ ഇൽഹാഖ് എന്നും പദം പ്രയോഗിക്കും. ശറഉൽ മുഅദ്ദബിൽ ഒരു ഇബാറത്ത് കാണാം.
മുഖദ്ദിമയിൽ. ജമ്മുൽ ജവാമിയിൽ ബന്നാനിയിൽ ആ ഇബാറത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. 2-ാം വാള്യത്തിൽ ഖിയാസുമായി ഇജ്തിഹാദിന്റെ ബാബിൽ ബന്നാനി എന്ത് ചെയ്യുക, ആ ഇബാറത്ത് നോക്കാം. ശറഹുൽ മുഹദ്ദബിലുണ്ടാവും. ഞാനത് വായിക്കാം. അൽ ഹാലത്തുർ റാബിയ, 4ാമത്തെ മർത്തബ അൻ യഖൂമ ബിഹിഫ്ലിൽ മദ്ഹബി വനഖ്ലിഹി, മദ്ഹബിന്റെ നഖ്ലുകൾ മുഴുവനും അല്ലെങ്കിൽ മുഅ്ളമും അത് ഇഫ്ലാക്കാനും അത് ഇഹാത്ത ചെയ്യാനും വഫഹ്മിഹി അത് മനസ്സിലാക്കാനും കഴിവുള്ള മർത്തബയിലെത്തിയ. അപ്പോൾ മദ്ഹബിൽ അതിന്റെ മസ്തൂറാത്തുകളിൽ കിതാബിൽ എത്തിക്കപ്പെട്ട നഖ്ലുകളെ കൊണ്ട് അദ്ദേഹം ഫത്വ കൊടുക്കും. വമാ ലാ യജിദുഹു, അങ്ങനെ നഖിലായിട്ട് കാണുന്നില്ല, മങ്കൂലൻ മദ്ഹബിൽ കാണുന്നില്ല. ഇൻ വജദ ഫിൽ മങ്കൂലി മഅനാഹു, അപ്പോ ഇമാമു പറഞ്ഞ അസ്ഹാബ് പറഞ്ഞ കലാമുകൾ ഉണ്ടാവും, ഫത്വ ഓല് കൊടുത്ത കലാമുണ്ടാവും. ആ കലാമിൽ ഈ പറഞ്ഞ ഹാദിസത്തിന്റെ ആശയമുണ്ടോ ഇല്ലത്തല്ല നോക്കുക. ബിഐസു യുദ്രികു ബിഗൈരി കബീർ ഫിക്രിൻ അന്നഹു ലാ ഫർഖ ബൈനഹുമാ, ഈ അസ്ഹാബ് പറഞ്ഞു വെച്ച ഈ കലാമ് അല്ലെങ്കിൽ ഇമാമു പറഞ്ഞു വെച്ച ഈ നഖില് അതും ഈ പറഞ്ഞതുമായിട്ട് വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല എന്ന് കൂടുതൽ ചിന്തിക്കാതെ തന്നെ അറിയാൻ കഴിയും. ജാദ ഇൽഹാഖുഹു ബിഹി, ജാദ. അപ്പൊ ഈ വന്ന പ്രശ്നം നേരെ നഖില് കാണുന്നില്ല, പക്ഷെ ഒരു മുത്തിലക്കായ ആമായ ഒരു കലാമ് കാണുന്നുണ്ട് ഇമാമിന്റെ അല്ലെങ്കിൽ അസ്ഹാബിന്റെ, അല്ലെങ്കിൽ കുല്ലിയായ ഒരു കായിദ കാണുന്നുണ്ട്. കായിദ ഏത്? ഉസൂലുൽ ഫിഖ് അല്ല, കുല്ലിയായ ഖവായിദുൽ ഫിഖ്. നമ്മൾ ഉസൂലുൽ ഫിഖ് ഓതല്, ഖവായിദുൽ ഫിഖ് ഓതൂല. യഥാർത്ഥത്തിൽ ഖവായിദുൽ ഫിഖ് ആണ് കൂടുതൽ ഓതേണ്ടത്, ഉസൂൽ ഫിഖ് നമുക്ക് ആവശ്യമില്ല. എന്നാൽ പിന്നെ ഖവായിദുൽ ഫിഖ് എന്താ ഓതേണ്ടത് ഓതാത്തത് എന്ന് വെച്ചാല് ചിലവര് ഖവായിദുൽ ഫിഖ് ഓതിയാണ്ട് പിന്നെ മസല ഉണ്ടാക്കാൻ തുടങ്ങും. അത് വേണ്ടാന്നുള്ളവർക്കാണ് എന്ത് ചെയ്യണത്, മസല ഉണ്ടാക്കുകയാണെങ്കിൽ ഖവായിദുൽ ഫിഖ് എന്നാണ് മസല ഉണ്ടാക്കേണ്ടത്, ഉസൂലുൽ ഫിഖ് എന്നല്ല. കാരണം അത് മുജ്തഹിദുൽ മദ്ഹബ ഉസൂലുൽ ഫിഖ് എന്ന് മസല ഉണ്ടാക്കി. അപ്പൊ ഞാനൊരു ഉസ്താദിനോട് ചോദിച്ചാ പണ്ട്, അതെന്തേ നമ്മൾ ഖവായിദുൽ ഫിഖ് അല്ല ഓതേണ്ടത്? അല്ല, ഖവായിദുൽ ഫിഖ് ഓതിക്കഴിഞ്ഞാൽ ഞങ്ങൾ മസല ഇന്ന് ഉണ്ടാക്കിക്കാളും, അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യാത്തത്. അപ്പൊ ആരാണ് ഇത് ഉണ്ടാക്കേണ്ടത്? ജാദ ഇൽഹാഖുഹു, എങ്ങനെ? വൽ ഫത്വാ ബിഹി, അതുകൊണ്ട് അവർക്ക് ഫത്വയും കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇത് ബന്നാനി ഉദ്ധരിക്കുന്നുണ്ട്. ബന്നാനി ഉദ്ധരിച്ചിട്ട് അവർ അവിടെ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. വസായിബു ആദിഹിൽ മർത്തബ ലൈസ മിനൽ ഇജ്തിഹാദി ഫീ ഷൈഇൻ, ഇയാള് ഈ ഇൽഹാഖിന്റെ ആള് മുജ്തഹിദല്ലട്ടോ, ഇജ്തിഹാദിന് അർഹതയുള്ള ഇൽഹാഖല്ല ഈ പറഞ്ഞത്, ഇല്ലത്തിലുള്ള ഇൽഹാഖല്ല ഈ പറഞ്ഞത്. മുജ്തഹിദല്ലാത്തവർക്കും ബഅസ് ഇൽഹാഖ് എന്ത് ചെയ്യാം. അതിനുള്ള യോഗ്യത എന്താണ്? അതിന് മാഹിറായ ഫഖാഹത്തുൻ നഫ്സ്, ശദീദുൽ ഫഹ്മ് ഫിൽ ഫിഖ് എന്ന ഫഖീഹത്തുൻ നഫ്സിന് ജമ്മുൽ ജവാമിൽ കൊടുത്താണ്. ഫഖീഹൻ നഫ്സ് എന്നുള്ളതിന് ശറഹ് കൊടുത്താണ് ജമ്മുൽ ജവാമിൽ തന്നെ. അപ്പൊ ശദീദുൽ ഫഹ്മ് ഫിൽ ഫിഖ്, മുഅല്ലമു കലാമുൽ അസ്ഹാബ്, മുഅല്ലമു നഖിലിൽ മദ്ഹബ് ഒക്കെ ഇഹാത്ത ചെയ്ത ഒരു പരിണിത പ്രജ്ഞനായ ഫഖീഹ് മാഹിർ, അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ വരുന്ന പ്രശ്നങ്ങൾക്ക് ബഹ്സിലൂടെ ഇൽഹാക്കിലൂടെ അഹ്ദിലൂടെ ഒക്കെ എന്ത് ചെയ്യാൻ കഴിയും? നിയമങ്ങൾ കണ്ടെത്തി ഫിഖിനെ വലിക്കാൻ കഴിയും. ഇലാസ്റ്റിക്കാണ് ഫിഖ്. പക്ഷെ വലിക്കുന്ന കോലപ്പ ഞാൻ പറഞ്ഞ റൂട്ട് എങ്ങനെയും വലിക്കാൻ പറ്റില്ല. ഫിഖ് അതിലെങ്ങനായാലും അങ്ങനെ ഇങ്ങനെയും കൗലും കീലും ഒക്കെ ഉണ്ടാവും, അതുകൊണ്ട് എന്തും പറയാം. അല്ല, അതില്ല. ഈ ഒരു ഐസിയത്തിലൂടെ അല്ലാതെ, കാരണം വധുവിൻ ഇലാഹിയാണ്, നമ്മൾ അള്ളാന്റെ നിയമ പറയണത്. അള്ളാന്റെ നിയമം പറയണമെങ്കിൽ അള്ളാഹുവിന്റെ ഇതിന് ഇസ്തിംബാത്തിന് ഈ ഒരു തർത്തീബാണ് അയിമത്ത് പറഞ്ഞത്. ആ രൂപത്തിലല്ലാതെ നഖില് കാണാതെ ഒരു മസലയും പറയാൻ പറ്റില്ല. അപ്പൊ നഖില് ഇതിൽ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഇങ്ങനെയാണ് ഇത് പറഞ്ഞതെന്ന് ചില ഇബാർത്ത് കാണും. അവിടെ നഖില് ഖാസ് കണ്ടിട്ടില്ല, ആമായ നഖില് കണ്ടു എന്ന് എന്ത് ചെയ്യണം? അപ്പൊ ആമായ നഖിലില്ലാതെ ഒരു ഇമാമും ഒരാളും ഒരു മസലയും അള്ളാന്റെ ദീനിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് അൽ ഫിഖ്ഹു നഖിലുൻ, ഫിഖ് എന്ന് പറഞ്ഞാൽ നഖിലാണ്. അത് ഇഷ്ടപ്രകാരം എന്ത് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒരു കടിഞ്ഞാണ് ഈ ഭാഗത്ത്. അത് പറഞ്ഞിട്ട് ഞാനിത് ഈ ഭാഗം നിർത്താം. അതാണ് ബഹ്സ്, ഇൽഹാഖ്, അഖദ്. പലപ്പോഴും നിങ്ങൾ കിതാബ് ഓതുമ്പോൾ യൂഖദു മിൻ കലാമിഹിം, അസ്ഹാബിന്റെ കലാമിൽ നിന്ന് അഖദ് ചെയ്യാം, കണ്ടോ? അല്ലെങ്കിൽ വഖലിയത്തു കലാമിഹിം,
അസ്ഹാബിന്റെ കലാമിന്റെ താല്പര്യം ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു വഹുവ മുത്തജഉൻ, അത് സംഗതി എന്തെന്നെയാണ്, ശരി തന്നെയാണ് എന്ന് പറഞ്ഞു കാണുക. ഇതാണ് വല്ലദീ യദ്ഹറു, വല്ലദീ അപ്പൊ ഇസ്തിൽഹാർ വല്ലദീ യദ്ഹറു മിൻ കലാമി എന്നാണ് അർത്ഥം. അസ്ഹാബിന്റെ കലാമിൽ നിന്ന്, അമ്മായ കലാമിൽ നിന്ന്, അല്ലെങ്കിൽ ഖായിദ കുല്ലിയിൽ നിന്ന് വല്ലദീ യദ്ഹറു, ഇതൊക്കെ ബഹ്സിന്റെ കലാമാണ് എന്ന് ഫവായിദുൽ മക്കിയയിൽ എന്ത് ചെയ്യും കാണും. ഇത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. അതിന് മുജ്തഹിദാവില്ല. എന്തേ ആവേണ്ടതുള്ളൂ? എന്താ ആവേണ്ടത്? മാഹിറായ ഒരു ഫഖീഹ്. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നവനവങ്ങളായ പ്രശ്നങ്ങൾക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫിഖ് മാറ്റുകയാണോ? അല്ല, ഫിഖ് അത് തന്നെയാണ് മാറേണ്ടത്. നമ്മളെങ്ങനെ മാറണം? മാഹിറാകാൻ നോക്കണം. നമ്മൾ ഫിഖിൽ മാഹിറാകുക. ഇതല്ലാതെ എന്തില്ല. അല്ലാതെ ഫിഖ് മാറ്റുക അതല്ല. ഫിഖ് ഇല്ല. ഫിഖ് മുഴുവൻ എന്തുണ്ട്? അത് വലിക്കാൻ കഴിയും. അത് വലിക്കാൻ കഴിയുന്ന ബഹ്സ് ഇസ്തിൽഹാറിന് കഴിവുള്ളവരായിട്ട് നമ്മൾ മാറാനുള്ള ശ്രമം, അതിന് നിരന്തരമായ മുത്താലകളും അതോടൊപ്പം നല്ല മാഹിറായ ഉസ്താദുമാരെടുക്കൽ നിന്ന് ഇഷ്കാലുകളും ജവാബുകളും നോക്കി, ഖവായിദുകളും മറ്റുള്ള ഹാസ്യകളും ഒക്കെ നോക്കി വിഷയങ്ങൾ അവഗാഹം നേടാനുള്ള ശ്രമം നമ്മളെ ഭാഗത്തുനിന്നുണ്ടായാൽ ഏത് വിഷയങ്ങൾ വന്നാലും മറുപടി പറയാൻ കഴിയും. ഫുഖാഹ് പറഞ്ഞു വെച്ചിട്ട്. അതുകൊണ്ടാണ് ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു, ഞാൻ ആ ഇബാറത്ത് വായിച്ചിട്ട് നമുക്ക് ഈ വിഷയത്തിലെ ചർച്ചയിലേക്ക് ഇരിക്കാം. ഇമാം അൽ ഹറമൈനി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു വെച്ചു, ലാ യബൂദു അൻ തഖഅ മസ്അല, ഒരു സംഭവം, ഒരു സമസ്യ, ഒരു വാക്യത്ത് ഉണ്ടാവൽ അത് വിദൂരമാണ്. എങ്ങനത്തെ വാക്യം? ലം യുനസ്സ അലൈഹാ ഫിൽ മദാഹിബ്, മദ്ഹബുകളിൽ ഒന്നിരിക്കൽ അതിന്റെ നസ്സ് ഉണ്ടാവും. വലാഹിയ ഫീ മഅനൽ മൻസൂസി, അല്ല നസ്സില്ലേ, അത് മൻസൂസിന്റെ ആശയത്തിൽ അത് പെടും. വലാ മുൻദരിജ, അതുമില്ലേ, വലാ മുൻദരിജത്തൻ തഹ്ത ളാബിത്തിൻ, ഞാൻ നേരത്തെ പറഞ്ഞു ളാബിത്തുൽ ഫിഖ് പറഞ്ഞു. ഖായിദ അതിന്റെ മേലുണ്ട്. ഈ ഖായിദ കുല്ലിയയുടെയോ ളാബിത്തിന്റെയോ തഹ്തിൽപ്പെടാത്ത ഒരു വാക്യത്തും ഉണ്ടാവല് വിദൂരമാണ്. അത് നേടിയെടുക്കാൻ നമുക്ക് കഴിയുമ്പോ ഷർത്തുഹു, അത് മനസ്സിലാക്കാനുള്ള ഷർത്ത് എന്താ? കൗനുഹു ഫഖീഹൻ നഫ്സി, നിങ്ങൾ മാറാൻ. ഇമാമുൽ അറബി നമ്മളോട് കൗനു ഫഖീഹൻ നഫ്സ്, ഫിഖിൽ അതൊക്കെ ഉണ്ട്. മൻസൂസായതുണ്ടാവും, മൻസൂസിന്റെ മഅനയിലുണ്ടാവും, തഹ്തലാബിത്തിലുണ്ടാവും, മുൻദിരത്തെ കലാമി നഹമുണ്ടാവും. എവിടെയെങ്കിലും ഇല്ലാത്തൊരു വിഷയവും ഉണ്ടാവൂല. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഫഖീഹൻ നഫ്സാകുക. ഇത് ജമ്മുൽ ജവാമി 2382 ജമ്മുൽ ജവാമിയിൽ ഈ സംഭവം എന്ത് ചെയ്തിട്ടുണ്ട്? ഉദ്ധരിച്ചിട്ടുണ്ട്. ഫത്താവൽ കുബ്രയിൽ ബഹുമാനപ്പെട്ട ഹാഫിൽ ഇബ്നു അസ്കലാൻ റളിയല്ലാഹു അൻഹു അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ്, നമ്മൾ സമയം വളരെ കുറവായതുകൊണ്ട് ബാക്കി വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ചോദ്യോത്തരങ്ങളിലൂടെ നിങ്ങൾക്കും ചോദിക്കാം. ഇവിടുന്ന് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ബഹസ് ഇല്ലാക്കി ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ മുമ്പ് ചെയ്തവരുണ്ട്, ആശയകളുണ്ട്, ചറഹുകളുണ്ട്, ഓലൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉദാഹരണം പറഞ്ഞ വയൂഖദു മിൻ കലാമിഹിം വഖലിയത്തു കലാമിഹിം വല്ലദീ യദ്ഹറു, ഇതൊക്കെ ബഹസാണ്. ആ ബഹസ് തുടർന്നുകൊണ്ടേയിരിക്കാം. ബഹസിന് അർഹരാണെന്നുള്ളൂ. അങ്ങനെ അവർ പുതിയ വിഷയങ്ങൾക്ക് ബഹസ് ചെയ്ത് പറഞ്ഞതുണ്ടോ? അത് നമുക്ക് കിതാബിൽ നോക്കിയതിന്റെ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് എന്തും ചെയ്യാം, നിർത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ്.